നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 3-ാം തീയതി 1200-ാം ആണ്ട് കർക്കിടക മാസം 18-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രവും അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രം തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് മൊത്തവും അനിഴം നക്ഷത്രം തന്നെയാണ്. ഏറ്റവും നക്ഷത്രങ്ങളിൽ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് അനിഴം. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. ശരിക്കും ഞായറാഴ്ച എന്ന് പറയുമ്പം തന്നെ സൂര്യഭഗവാന്റെ ദിവസമാണ്. സൂര്യനാണ് പ്രപഞ്ചനാഥൻ. നമുക്ക് സർവ എനർജിയും പ്രദാനം ചെയ്തു തരുന്ന ഗ്രഹമാണ് സൂര്യൻ. സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് എനർജി സ്വീകരിച്ച് അന്നത്തെ ദിവസം വീട്ടിൽ നിന്ന് സന്തോഷപ്രദമായി ഒരാഴ്ചയ്ക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി സംഭരിക്കുന്ന ദിവസവും കൂടിയാണ് ഞായറാഴ്ച. അതുകൊണ്ടാണ് അതിന് അവധിയായിട്ട് അറിവുള്ളവരെല്ലാം അവധിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ കർക്കിടക മാസത്തിലെ അനിഴ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും. കാര്യങ്ങളൊക്കെ നടക്കും, നമുക്ക് പ്രസിദ്ധി ഉണ്ടാവും, സാമ്പത്തിക നേട്ടം വരും, ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരും ഒക്കെ ഉണ്ടെങ്കിലും സൂര്യൻ ചൂട് ഗ്രഹമാണ്. കുറച്ച് ടെൻഷൻ, കുറച്ച് അസ്വസ്ഥത, അലച്ചിൽ ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ നേരിട്ടോളണം. എല്ലാം നമുക്ക് ഒത്തുവരില്ല. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം ഓരോ ദിവസവും വ്യത്യസ്തമായ സമയങ്ങളാണ്. ശരിക്കും രാഹുകാലം ഞായറാഴ്ച വൈകുന്നേര സമയത്താണ് വരണേ. കലണ്ടറിൽ 4 തൊട്ട് 6 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 4:00 തുടങ്ങില്ല. 4:59 തൊട്ട് തുടങ്ങും. ഏകദേശം 6:30 മണി വരെയും രാഹുകാല സമയമുണ്ട്. അരമണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലം ഒഴിവാക്കിക്കൊണ്ട് പോകണം. കാരണം നമ്മൾ കുടുംബസമേതം പുറത്തു പോകുന്ന ദിവസമാണ്. വല്ല ഫങ്ഷനോ അതുപോലെ പർച്ചേസ് ചെയ്യാനോ മറ്റ് ഔട്ടിങ്ങിന് എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുമ്പോൾ രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. അല്ലെങ്കിൽ കിടന്ന് ചുറ്റിപ്പോവും. പാമ്പ് ചുറ്റും പോലെ ചുറ്റിയിട്ട് നമ്മൾ പോകുന്ന കാര്യങ്ങൾ 5 കാര്യം പ്ലാൻ ചെയ്ത് പോയാൽ 3 പോലും നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അതുപോലെ ഇന്നും ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും എല്ലാ ദിവസവും ഉണ്ട്. ഈ സമയം നമുക്കൊരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതിൽ ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം ശരിക്ക് 3:37 തൊട്ട് 5:10 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 12:31 തൊട്ട് 2:04 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:07 തൊട്ട് 12:55 വരെ 48 നേരമാണ്. ഒരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യത്തിനെടുക്കാം. അതുപോലെ പുറത്ത് പോകുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ ഞായറാഴ്ചയാണ്. നമുക്ക് വസ്ത്രധാരണം ശ്രദ്ധിക്കുക. റോസ് കളറോ താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ ചുടികലിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് നമുക്ക് ആ സൂര്യൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തുകയും നമുക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.